നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തൃശൂർ ഞാനങ്ങ് എടുക്കുക എന്ന ആമുഖത്തോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രംഗപ്രവേശം ചെയ്ത സുരേഷ് ഗോപി തന്നെയാണ് ഇക്കുറിയും തൃശൂരിന്റെ BJP സ്ഥാനാർത്ഥി. പാർട്ടി സംഘടിപ്പിച്ച പൊതു പരിപാടികളുടെ വേദിയിൽ അടക്കം സുരേഷ് ഗോപി ആയിരിക്കും സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ ഈ പ്രഖ്യാപനത്തിൽ തൃശൂരിൽ കൗതുകമില്ല, നമുക്കും കൗതുകവുമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായതിന്റെ തഴക്കം കൂടിയുണ്ട് സുരേഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ രണ്ടാം ഊഴത്തിൽ. 2016 മുതൽ 2022 വരെ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിരുന്നു. 2019 അപ്രതീക്ഷിതമായിട്ടായിരുന്നു BJP സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വെറും 17 ദിവസം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നത്. ഇതിനിടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ തൃശൂർ ഞാനങ്ങ് എടുക്കുക എന്ന പ്രയോഗം. അയ്യൻ ഒരു വികാരമാണെങ്കിൽ സർക്കാരിന് മറുപടി കിട്ടും എന്ന പ്രസംഗവും ആ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ്. ഈ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസും കിട്ടുകയുണ്ടായി. 2014 തൃശൂരിൽ BJP നേടിയതിനേക്കാൾ 1 ലക്ഷത്തിൽ പരം വോട്ട് നേടിയ സുരേഷ് ഗോപിയെ ദേശീയ നേതാക്കളുടെ ആകെ ഇഷ്ടക്കാരനാക്കി. സുരേഷ് ഗോപി നേടിയത് 2,93,822 വോട്ടാണ്. 2014 BJPയുടെ വോട്ട് 1 ലക്ഷത്തിൽ വരെ താഴെയും. തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും സുരേഷ് ഗോപി തുടർന്നും തൃശൂരിൽ സജീവ സാന്നിധ്യമായി മാറി. ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിന് ഇടതുമുന്നണി ഭരിക്കുന്ന കോർപ്പറേഷന് 1 കോടി രൂപ നൽകിയത് ഏറെ ചർച്ചയായി. 2021 തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണെങ്കിലും വിജയിച്ച CPI സ്ഥാനാർത്ഥിയുള്ള അന്തരം 4000 വോട്ടിൽ താഴെ മാത്രം. 40,457 വോട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ആകെ നേടിയത്. തൃശൂരിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ സജീവമാവുകയായിരുന്നു പിന്നീട് സുരേഷ് ഗോപി. ചികിത്സയ്ക്കും മറ്റുമായി സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഒട്ടേറെ പേർക്ക് അദ്ദേഹം സഹായങ്ങൾ നൽകി. വാദ്യകലാകാരന്മാരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് യോഗം വിളിച്ചു ചേർത്തു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കൊപ്പമുള്ള ഓണാഘോഷവും ശ്രദ്ധേയമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രമന്ത്രി അമിത്ഷായുമായി ഏറെ അടുപ്പം പുലർത്തുന്നു എന്നതാണ് പ്രാദേശിക നേതാക്കൾ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനുഗുണമായി കാണുന്നത്. 2024 ജനുവരി 3 തൃശൂരിൽ BJP സംഘടിപ്പിച്ച വനിതാ സംഗമത്തിന് എത്തിയ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ തന്നോടൊപ്പം തുറന്ന വാഹനത്തിൽ കയറ്റിയതും കൃത്യമായ സൂചനയായിരുന്നു. അന്നത്തെ പൊതുസമ്മേളനത്തിൽ പ്രസംഗത്തിനിടെ തന്നെ ശോഭാ സുരേന്ദ്രൻ സുരേഷ് ഗോപി ആയിരിക്കും തൃശൂരിലെ സ്ഥാനാർത്ഥിയെന്ന് പറയാതെ പറഞ്ഞു. 2 ആഴ്ചക്കുള്ളിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി എത്തുകയും ചെയ്തു. തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രാദേശിക നേതാക്കൾ ധൈര്യപൂർവ്വം പ്രചാരണം അഴിച്ചുവിട്ടു. ആദ്യകാല നടി ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടി രാധികയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ. തിരുവനന്തപുരം ശാസ്താമംഗലത്താണ് താമസം. തൃശൂരിലെത്തുമ്പോൾ നെട്ടിശ്ശേരിയിലെ വീട്ടിലാണ് അദ്ദേഹം ഉണ്ടാവുക. 2014 നിന്നും 2019 ഇലക്ഷൻ കാലത്തിനുള്ളിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ജനപിന്തുണയുടെ ഗ്രാഫിന്റെ ഉയർച്ച തന്നെയാണ് ഇക്കുറിയും അദ്ദേഹത്തെ തൃശൂരിൽ ഒരു പോരാളിയാക്കുവാനുള്ള ശ്രമം. ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന മണ്ഡലവും തൃശൂർ തന്നെ. അരങ്ങും ആരവും ഉയർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടറിയേണ്ടത് തൃശൂർ സുരേഷ് ഗോപിക്ക് സ്വന്തമാകുമോ ഇല്ലയോ എന്നാണ്.